സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബാലകൃഷ്ണൻ പുത്തൂർ. എല്ലാവർക്കും നമസ്കാരം. ദശരഥൻ ചെയ്ത 3 തെറ്റുകളാണ് അദ്ദേഹത്തിൻ്റെ വർത്തമാന ജീവിതവും ഭാവി ജീവിതവും ദുരന്തപൂർണമാക്കിയത്. തെറ്റുകൾ: 1. മുനികുമാരനെ അമ്പെയ്തു കൊന്നു. 2. ഭാര്യയ്ക്ക് 2 വരം കൊടുത്തു. 3. ഭരത ശത്രുഘ്നന്മാർ ഇല്ലാത്ത നേരം നോക്കി ശ്രീരാമന്റെ പട്ടാഭിഷേകം നടത്തുവാൻ തീരുമാനിച്ചു. ഒരു മുനികുമാരൻ കുടത്തിൽ വെള്ളമെടുക്കുന്ന ശബ്ദം കേട്ട് ആനത്തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്ന ശബ്ദമാണെന്ന് തെറ്റിദ്ധരിച്ച് അസ്ത്രമയച്ചു. ആ അസ്ത്രം കൊണ്ടത് ഒരു മുനികുമാരന്റെ നെഞ്ചിലായിരുന്നു. തങ്ങളുടെ ഏക ആശ്രയമായ മകൻ കൊല്ലപ്പെട്ടപ്പോൾ ആ മകന്റെ ശരീരം ദഹിപ്പിക്കുന്ന ചിതയിൽ അന്ധരായ വൃദ്ധരായ ആ മാതാപിതാക്കൾ ദേഹത്യാഗം ചെയ്തു. ദേഹത്യാഗം ചെയ്യുന്നതിന് മുമ്പ് ആ വൃദ്ധ മാതാപിതാക്കൾ ദശരഥനെ ശപിക്കുകയുണ്ടായി. പുത്രദുഃഖത്താലാണ് ഞങ്ങൾ മരിക്കാനിടയായത്, അതുപോലെ നീയും പുത്രദുഃഖത്താൽ മരിക്കാൻ ഇടവരട്ടെ. ഈ ശാപം മൂലമാണ് രാമൻ വനവാസത്തിന് പോയപ്പോൾ രാമനെ വിളിച്ച് കരഞ്ഞ് ഹൃദയസ്തംഭനം മൂലം മരിക്കാനിടയായത്. 2ാമത്തെ തെറ്റ്: ഭാര്യ കൈകേയിയെയും കൊണ്ടാണ് ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ പോയത്. യുദ്ധം വിജയിച്ച് സന്തോഷിച്ചിരിക്കുമ്പോൾ കൈകേയി പറഞ്ഞു, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് യുദ്ധം വിജയിക്കാൻ സാധിച്ചത്. യുദ്ധം നടന്നുകൊണ്ടിരിക്കെ തേരിൻ്റെ ഒരാണി തെറിച്ചു പോവുകയും പകരം എൻ്റെ കൈവിരൽ വെച്ചിട്ടാണ് തേര് തകരാതിരുന്നത്. ഉടനെ ദശരഥൻ പറഞ്ഞു, നീ രക്ഷിച്ചത് എന്നെയല്ല, അയോധ്യ രാജ്യത്തെ തന്നെയാണ്. നിനക്ക് 2 വരം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തു വരമാണ് നിനക്ക് വേണ്ടത്? ഇപ്പോൾ വേണ്ട, ആവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് കൈകേയി പറഞ്ഞു. ഈ വരമാണ് രാമന്റെ വനവാസത്തിനും ദശരഥന്റെ മരണത്തിനും ഇടയാക്കിയത്. 3ാമത്തെ തെറ്റ്: ഭരത ശത്രുഘ്നന്മാർ കൊട്ടാരത്തിലില്ലാത്ത നേരം നോക്കി ശ്രീരാമന്റെ പട്ടാഭിഷേകം തീരുമാനിച്ചു. ഭരതൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ മന്ദരയുടെ തെറ്റായ ഉപദേശം സ്വീകരിച്ച് രാമന്റെ പട്ടാഭിഷേകം മുടക്കുവാനും രാമനെ കാട്ടിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുവാൻ കൈകേയിക്ക് ധൈര്യം വരില്ലായിരുന്നു. ഈ 3 തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് ദശരഥന്റെ വർത്തമാന ജീവിതവും ഭാവി ജീവിതവും ദുരന്തപൂർണമായത്. നായാട്ട് നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ദശരഥൻ നായാട്ടിന് പോയത്. കാരണം ഞാൻ രാജാവാണ്, എനിക്ക് എന്തുമാകാം, എന്നെ ചോദ്യം ചെയ്യുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന അഹന്തയാണ് ദശരഥനെ കൊണ്ട് ഈ തെറ്റ് ചെയ്യിച്ചത്. കർമ്മഫലത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കുവാൻ സാധിക്കുകയില്ല. ഭർത്താവിൻ്റെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞാൽ ഭർത്താവിനെ രക്ഷിക്കുവാനുള്ള കടമ ഭാര്യയ്ക്കുണ്ട്. മറിച്ചും അങ്ങനെ തന്നെ. അതിന് ആരും പ്രതിഫലം നൽകേണ്ടതില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത് നാളേക്ക് മാറ്റിവെക്കരുത്. കുടുംബത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് കുടുംബത്തിലെ എല്ലാവരും അറിഞ്ഞിരിക്കണം. രഹസ്യമായും തിടുക്കത്തിലും എടുക്കുന്ന ചില തീരുമാനങ്ങളാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുന്നത്. നന്ദി. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ബാലകൃഷ്ണൻ പുത്തൂർ.